ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പല്ല് നഷ്ടപ്പെടുന്നത് പല്ല് കയറുന്നിട്ടല്ല. പേഷ്യൻസിന് അത് മനസ്സിലാകില്ല. അതാണ് ഏറ്റവും വലിയൊരു ക്ലിനിക്കില് ഫേസ് ചെയ്യുന്ന ഒരു സങ്കടം തന്നെ പറയാം. ഇത്ര ഇനാമലിന് കേടല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒട്ടുമിക്ക പേഷ്യൻസ് നമ്മൾ പല്ല് സ്കെയിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ മടിക്കും. അത് വേണ്ട ഡോക്ടറെ, പല്ല് പുളിപ്പ് വരും, അല്ലെ ഇനാമൽ തേഞ്ഞു പോകുന്നതാണ് മിക്കവാറും ആൾക്കാർ പറയാ. അവര് പല്ല് നമ്മൾ സ്കെയിലിംഗ് ചെയ്തതിനെ കൊണ്ടാണ് പല്ല് ഇളകുന്നത്, അല്ലെ അതുകൊണ്ടാണ് പുളിപ്പ്. വായിലാണെങ്കിൽ അങ്ങ് അറ്റം എത്തിയിട്ടുണ്ടാവും കാറ്റ്ലെസ്. എന്നാൽ പോലും പേഷ്യൻസിന് അത് മനസ്സിലാകില്ല. അതാണ് ഏറ്റവും വലിയൊരു ക്ലിനിക്കില് ഫേസ് ചെയ്യുന്ന ഒരു സങ്കടം തന്നെ പറയാം. ഇത് നമ്മൾ ഈ ഇത്തല് പോലെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന നല്ല പല്ലിലോട്ട് നല്ല ചേർന്നിട്ടല്ല നിൽക്കുന്നത്. അപ്പൊ അത് ക്ലീൻ ചെയ്ത് പോകുമ്പോ തന്നെ ഇവരിങ്ങനെ തുപ്പുമ്പോ തന്നെ അവർ വിചാരിക്കും എന്തോ ആ ബ്ലഡും അതിന്റെ ആ പീസസും കാണുമ്പോൾ അവർക്ക് അത് അവരെ പല്ല് പൊട്ടിപ്പോയോ അങ്ങനെയൊക്കെയാണ് അവരുടെ പല്ല് പൊട്ടിപ്പോവാണെന്ന് തോന്നാം. പിന്നെ ഒരു നല്ല ഉറച്ചൊരു സാധനം ഇളകി പോകുമ്പോ പല്ലിന്റെ ഇടയിലൊക്കെ ഗ്യാപ്പ് ഉള്ള ഒരു ഫീൽ വരും. നാവുകൊണ്ട് തൊടുമ്പോ എന്തോ ഒരു സാധനം ഇളകി പോയ മാതിരി തന്നെ ഉണ്ടാവും. എത്രയോ കേസുകളിൽ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ നഖത്തുമേൽ ആ സ്കെയിലർ വെച്ച് ഞാൻ കാണിച്ചു കൊടുത്തത്. നോക്കൂ, എന്റെ നഖത്തിന് പോലും ഒരു ഡാമേജ് വന്നിട്ടില്ല. അപ്പൊ അങ്ങനത്തെ കേസിൽ നിങ്ങളെ പല്ലിന് യാതൊരു ബുദ്ധിമുട്ടും വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമുക്ക് കൺവിൻസ് ചെയ്യാൻ ഒരുപാട് പാട് വരാറുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പല്ല് നഷ്ടപ്പെടുന്നത് പല്ല് കയറുന്നിട്ടല്ല, മോണരോഗത്തിന്റെ പ്രശ്നം കൊണ്ടാണ് പല്ല് പോകുന്നത്. അത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അതായത് പല്ല് ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും, ചിലപ്പം മേ ബി ഇനാമല് പോകുന്നുള്ള കാരണം കൊണ്ട്, പുളിപ്പ് വരുന്നുള്ള കാരണം കൊണ്ട് പല്ല് ക്ലീൻ ചെയ്യാൻ മാറ്റിവെച്ച് മിക്കവാറും കേസിൽ പല്ല് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും എന്തായിട്ടുണ്ടാവും, പല്ല് ഇളകിയിട്ടുണ്ടാവും. പ്രായത്തിൽ തന്നെ പല്ലുകൾ ഇളകി പോകുന്ന ഒരുപാട് കേസുകൾ നമ്മളെ ക്ലിനിക്കിൽ വരുന്നുണ്ട്. 40 വയസ്സാകുമ്പോൾ തന്നെ അവരെ പല്ലുകളൊക്കെ ഇളകി പോവാൻ ലൈഫ് ലോങ് ആ പല്ല് അവിടെ ഉറച്ചു നിൽക്കേണ്ട രൂപത്തിലാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ഈ ഒരൊറ്റ കാരണം കൊണ്ട്, അവർ ക്ലീൻ ചെയ്യുന്നില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് തന്നെ 2 നേരം ബ്രഷ് ചെയ്യുന്നുണ്ടല്ലോ അത് മതി എന്നുള്ള ലെവലിലാണ് ആൾക്കാർ ചിന്തിക്കുക. പക്ഷെ അത് മാത്രം പോരാ, 6 മാസം കൂടുമ്പോൾ നോക്കിയിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ. അത് ക്ലീൻ ചെയ്യൽ നിർബന്ധം.